മുക്കിപ്പഞ്ഞി വെച്ച് കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ. മുക്കിപ്പഞ്ഞിയൊക്കെ വെച്ച് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇതേ ഈ ഫ്രൂട്ട് കഴിക്കാൻ പോവാണ്. ഈ ഫ്രൂട്ട് കഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, മുക്കിപ്പഞ്ഞി വെക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. ദുബായിലല്ലോ ഇപ്പം മേടിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. പഴുത്തിട്ടങ്ങ് വിണ്ട് കയറിയിരിക്കുവാന്നാണ് പറഞ്ഞത്. ദൈവമേ, എനിക്ക് മേലങ്ങോട്ട് പൊട്ടിച്ചതും പിന്നെ ഉണ്ടല്ലോ കിളികളങ്ങ് പറന്നു പോയി രണ്ട് സൈഡിൽ കൂടെ, ഒന്നും പറയണ്ട. എൻ്റെ ദുരിയാൻ നോക്ക് ഗൈസ്, 18 ദിറംസിന് ഞാൻ മേടിച്ച എൻ്റെ ദുരിയാൻ പൊട്ടിച്ചത് നോക്ക്, വെറും പൊട്ട്. ഉണ്ടായതേ ഉള്ളൂ. പിന്നെ ഒന്ന് മൂക്കിന്ന് പഞ്ഞി മാറ്റി ഒന്ന് മണപ്പിച്ച് നോക്കാമെന്ന് കരുതിയിട്ടോ, മണം പോയിട്ടൊന്നും ഗുണവുമില്ല, ഒന്നുമില്ല ഗൈസ്. വെറും പൊട്ട്, ചുളയില കുരുവില്ല, ഒന്നുമില്ല. ഇതെന്തോന്ന് ഉണ്ടായതേ ഉള്ളൂ. ഒരുമാതിരി വാടിക്കൊരണ്ട് ചൂട് കാരണം വിണ്ട് കയറിയ ദുരിയാനായിരുന്നു. ഇങ്ങനത്തെ അമളികൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്ത് പറയാൻ, എൻ്റെ ക്യാഷ് പോയി. ഇനിയിപ്പോൾ ഇതുകൊണ്ട് വല്ല തോരനോ, ഇതിൻ്റെ കുരുവുണ്ട് ചക്കക്കുരു പോലൊക്കെ ഇരിക്കുന്നത്, ഇതുകൊണ്ട് വല്ല തോരനൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ വരും കേട്ടോ. അത് വേറെ കാര്യം, കാരണം വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ലോ. ഇനി ഇതിൻ്റെ വില കണ്ടോ നിങ്ങൾ, 700 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. 18 ദിറംസ് വെറുതെ പോയി. എന്തിൻ്റെ കേടായിരുന്നു. ഇനി ജന്മത്തിൽ ഞാൻ ദുരിയാൻ മേടിക്കത്തില്ല. എൻ്റെ കണ്ണുനീര് വരെ തിരിച്ചു കയറിപ്പോയി അത് പൊട്ടിച്ചപ്പോൾ. ഇത്രയും വിലയ്ക്ക് ഇവിടെ കൊടുത്ത് ഞാൻ മേടിച്ച എൻ്റെ ദുരിയാൻ നോക്ക് ഗൈസ്, നോക്ക്. ഹലുലുലിരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ദൈവമേ, എനിക്ക് ഒരെണ്ണം കണ്ടിട്ട് അങ്ങ് എടുത്തുകൊണ്ട് വരാൻ തോന്നുമായിരുന്നു. എത്ര ദിവസമായിട്ടുള്ള ആഗ്രഹമായിരുന്നു അറിയോ. ലാസ്റ്റ് ഞാൻ പോയി പൊക്കിക്കൊണ്ട് വന്നത് ഇതിങ്ങനെ ആയിപ്പോയി. ദുരിയാനെ സ്കാൻ ചെയ്ത് മണപ്പിച്ച് നോക്കുന്ന ലോകത്തിലെ ആദ്യത്തെയുള്ള ഞാനായിരിക്കും ഗൈസ്.